ആ കാവിൽ മതിയെന്ന് പറഞ്ഞു, സർപ്പക്കാവ്. അപ്പോൾ അവിടെ നടന്നൊരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ചട്ടമ്പിസ്വാമി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആൾ ആരാണെന്ന് കുറച്ച് സംഭവങ്ങളുണ്ട്. എന്നാലും ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. ഇപ്പോഴാദ്യം കുമ്പളത്ത് തങ്കമ്മ അവരുടെ സ്മരണക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിരുന്നത് സ്വാമി തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും, ജീവനുള്ളതോ അല്ലാത്തതോ ആയ എല്ലാത്തിനെയും സ്നേഹിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് ആരും ശത്രുക്കളായിരുന്നില്ല. സ്വാമി സൂര്യതാപത്തെ മാത്രമേ ഭയപ്പെട്ടിരുന്നുള്ളൂ. അദ്ദേഹം കുമ്പളത്ത് താമസിച്ചിരുന്ന കാലത്ത് രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ മനയിൽ കാവിലേക്ക്, അത് പന്മന മനയിൽ കാവിലേക്ക് പുറപ്പെടുകയും വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രം മടങ്ങുകയും ചെയ്തിരുന്നു. അവരുടെ വീട്ടിൽ ജോലിക്കാർ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും സ്വാമിക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് തങ്കമ്മയുടെ അമ്മാവിയായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഭാര്യയായിരുന്നു. തങ്കമ്മയ്ക്ക് അന്ന് 8 വയസ്സേ ഉള്ളൂ. അതേ പ്രായക്കാരിയായ ശങ്കുപിള്ളയുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൾ ശാരദയും അന്ന് കുമ്പളത്ത് വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവർ രണ്ടുപേരും ചേർന്നാണ് അമ്മാവി തയ്യാറാക്കുന്ന ഭക്ഷണം വീടിൻ്റെ വടക്കുവശത്തുള്ള പാടം കടന്ന് കാവിൽ ചെന്ന് സ്വാമിക്ക് കൊടുത്തിരുന്നത്. നമ്മളൊരു 100 കൊല്ലം മുമ്പ് നടന്ന ചരിത്രപരമായ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഇത് കെട്ടുകഥയോ ഒന്നുമല്ല. കുമ്പളത്ത് തങ്കമ്മയുടെ മകളാണ് കുമ്പളത്ത് ശാന്തകുമാരി അമ്മ പ്രൊഫസർ. അവരിപ്പോൾ ഏകദേശം 85-90 വയസ്സായി തിരുവനന്തപുരത്തുണ്ട്. നമ്മുടെ ഈ സന്നിധിയിൽ അവർ വന്നിട്ടുണ്ട്. അവരുടെ അമ്മയ്ക്കുണ്ടായ അനുഭവം അമ്മ പറഞ്ഞതാണ്. തങ്കമ്മ തുടരുന്നു. ഞാനിപ്പോഴും അന്നത്തെ ഒരു സംഭവം വ്യക്തമായി ഓർക്കുന്നു. ഒരു ദിവസം പതിവ് പോലെ സ്വാമിക്കുള്ള ഉച്ചഭക്ഷണവുമായി ഞങ്ങൾ കാവിൽ ചെന്നു. സ്വാമി അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, മക്കളെ, ഇന്ന് എൻ്റെ ചില ബന്ധുക്കൾ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി കുറേ ഭക്ഷണം കൂടി കൊണ്ടുവരണം. ഞങ്ങൾക്ക് അപ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ലായിരുന്നു. ഞങ്ങളിൽ ഞാനായിരുന്നു ഏറെ മടിച്ചി. അതുകൊണ്ട് ശാരദയോടും മടങ്ങിപ്പോകരുതെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് സ്വാമിയെ അറിയിച്ചു. സ്വാമി, അപ്പൂപ്പ, ഞങ്ങൾക്ക് ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്ത് വീട്ടിൽ പോകാൻ വയ്യ. അപ്പൂപ്പൻ അത്ര നിർബന്ധമാണെങ്കിൽ ഇവിടെ വരുന്ന ബന്ധുക്കൾക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ചോറും കറികളും കൊടുത്താൽ മതി. അപ്പൂപ്പൻ ഒന്നും കഴിക്കണ്ട. ആ പ്രായത്തിൽ സ്വാമിയുടെ മഹത്വമുണ്ടോ ഞങ്ങൾ അറിയുന്നു. അവരങ്ങനെ കയറി അങ്ങ് പറഞ്ഞു. ശരി മക്കളെ, നിങ്ങൾ പോകണ്ട, ഞാൻ ഈ ഭക്ഷണ സാധനങ്ങൾ വരുന്നവരോടൊപ്പം പങ്കിട്ട് കഴിച്ചോളാം. സ്വാമി വളരെ സ്നേഹത്തോടെ ഞങ്ങളെ നോക്കി പറഞ്ഞു. അതിനുശേഷം ചോറ് മുഴുവൻ ചെറിയ ഉരുളകളാക്കി വെച്ചു. നിങ്ങൾ നല്ല ധൈര്യത്തോടെ ഇരിക്കണം, സ്വാമി ഞങ്ങളോട് പറഞ്ഞു. പിന്നെ സ്വാമി വേറെ ആരെയോ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. അവിടെ മറ്റാരും ഇല്ലതാനും. അദ്ദേഹം ഞങ്ങളെ കളിപ്പിക്കുകയാണെന്ന് ഞങ്ങൾ കരുതി. പിന്നെ അവിടെ കണ്ടത് വിവരിക്കാൻ ഇപ്പോഴും എനിക്ക് ഭയമാണ്. ഉണക്കിലകൾ പൊടിയുന്നതും ചില ചീറ്റലുകളും കേട്ടു. പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള പാമ്പുകൾ സ്വാമിയുടെ അടുത്തേക്ക് വേഗത്തിൽ ഇഴഞ്ഞെത്തി സ്വാമിയുടെ ദേഹത്തിലേക്ക് കയറുന്നു. അതുകണ്ട ഞങ്ങൾ പ്രാണഭയത്തോടെ അനങ്ങിക്കരഞ്ഞുകൊണ്ട് ഓടി. അപ്പോൾ സ്വാമി ആ പാമ്പുകളോടായി പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, എൻ്റെ 2 കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ടു ഭയന്ന് ഓടുന്നു. അവയെല്ലാം വന്ന വഴിയെ തന്നെ മടങ്ങി. സ്വാമി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ഞങ്ങളെ വാത്സല്യത്തോടെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഈ പാമ്പുകളാണോ അപ്പൂപ്പൻ്റെ മക്കൾ? ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് മനസ്സിലായില്ല. സ്വാമി പറഞ്ഞു, മക്കളെ, നിങ്ങളെപ്പോലെ തന്നെ അവരും എൻ്റെ മക്കളാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇക്കാര്യം ആരോടും പറയരുത്, അത് നല്ലതല്ല. സ്വാമി സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മറ്റാരോടും ഇത് പറയരുത്. പണ്ട് തൃശ്ശൂർ വെച്ച് ഇതുപോലെ കുട്ടികൾ ആവശ്യപ്പെട്ടു താമരപ്പൂ പറിച്ചുകൊണ്ട് കൊടുക്കാറ്. സ്വാമി വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നുപോയി താമരപ്പൂ പറിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോയി പറിച്ചുകൊണ്ട് വന്നത് ആരോടും പറയരുത്. വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നങ്ങ് പോവുകയാണ്. നടുക്കാണ് ഇത് ചരിത്രമുള്ളതായത്. ഇതൊന്നും കഥകളാണ്. ഇനി മറ്റൊരു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സുപ്രസിദ്ധമായ ഒരു സർപ്പക്ഷേത്രമാണ് മണ്ണാറശാല. ആ മണ്ണാറശാലയുടെ ഒരു സംഭവം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുറേ ഉണ്ട്. പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം സംഭവങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, കഥകളല്ല. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ കഥകളാണ് വായിക്കുന്നത്. ഇത് സംഭവ കഥകളാണ്. തിരുവനന്തപുരത്ത് തമ്പാനടുത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ അറപ്പുര വീട്ടിലെ കാരണവർ മാധവൻ പിള്ള സാക്ഷ്യം വഹിച്ച ഒരു സംഭവമുണ്ട്. സ്വാമി അവിടെ താമസിക്കവേ ആ ഭവനത്തിൻ്റെ കുളത്തിൽ ഒരു വലിയ മൂർഖൻ പാമ്പിന് സമീപം സ്വാമി സൗഹൃദപൂർവ്വം ഇരിക്കുന്നത് അദ്ദേഹവും ബാല്യക്കാരനും കണ്ടത് അദ്ദേഹത്തിൻ്റെ പുത്രൻ രാമദാസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാമ്പ് സ്വാമിയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുന്നത് കണ്ടെന്ന് അങ്ങേൻ്റെ മകൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മണ്ണാറശാല ക്ഷേത്ര കവാടം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കഥ ശാന്തകുമാരി അമ്മ വിവരിക്കുന്നുണ്ട്. കുമ്പളത്ത് ശാന്തകുമാരി. മണ്ണാറശാല ക്ഷേത്രം
പണ്ട് അന്നും ബ്രാഹ്മണരാണ്, ഇന്നും ബ്രാഹ്മണരാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള ജാതിക്കാർക്ക് അവിടെ പ്രവേശനമില്ലായിരുന്നു. അത് തുറന്നു കൊടുത്തതിൻ്റെ കഥയാണ് ഈ പറയുന്നത്. ഉത്തര തിരുവിതാംകൂറിൽ നിന്നും മടങ്ങി വരും വഴി സ്വാമി ഒരു ഉച്ചനേരത്ത് മണ്ണാറശാലയിലെത്തി. അദ്ദേഹം നന്നേ ക്ഷീണിതനായിരുന്നു. അവിടെ കണ്ട ഒരു മരച്ചൂട്ടിൽ ഇളവേൽക്കാൻ അദ്ദേഹം ഇരുന്നു. ദലനിബിഡമായ ആ മരത്തിൻ്റെ ശീതളച്ചായും കിളികളുടെ കളകൂചനങ്ങളും ഇളം കാറ്റും സ്വാമി ഏറെ സന്തോഷിപ്പിച്ചു. ആ പരിസരം സ്വാമിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് അവിടുത്തെ ബ്രാഹ്മണ മഠത്തിൻ്റെ മേധാവി പറഞ്ഞയച്ച ഒരു ബ്രാഹ്മണ ബാലൻ പരിഭ്രമത്തോടെ അവിടെ വന്ന് അന്യജാതിക്കാരും ക്ഷേത്ര പരിസരത്ത് വന്നിരിക്കാൻ പാടില്ലെന്നും ഉടൻ സ്ഥലം വിടണമെന്നും സ്വാമിയോട് ആവശ്യപ്പെട്ടു. ക്ഷേത്രാധികാരികൾ ആരെങ്കിലും അവിടെ വന്നാൽ സ്വാമിക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്നും ആ ബാലൻ പറഞ്ഞു. ഒരു മന്ദഹാസത്തോടെ സ്വാമി ആ കുട്ടിയോട് ചോദിച്ചു, കുഞ്ഞെ, സർപ്പദൈവങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്നിരിക്കാൻ ജാതി ആവശ്യമാണോ? ബ്രാഹ്മണൻ എന്ന് അഭിമാനിക്കുന്ന ഒരാൾക്ക് ദൈവസന്നിധിയിൽ എല്ലാവരും സമന്മാരാണെന്ന് പോലും അറിയില്ലേ? വേദജ്ഞനാണല്ലോ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനിയായ ഒരാൾ എങ്ങനെ ഈ മട്ടിൽ അധപ്പതിച്ചു പോകുന്നു? സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ബ്രാഹ്മണൻ്റെ ഉള്ളിൽ ഇത്തരം അധമ ചിന്തകൾ എങ്ങനെ കടന്നു കയറുന്നു? ആ കുട്ടിക്ക് സ്വാമി പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവൻ മഠത്തിൽ ചെന്ന് ഇക്കാര്യം പറഞ്ഞു. അല്പം കഴിഞ്ഞ് മഠാധിപതിയായ ബ്രാഹ്മണൻ തന്നെ, മണ്ണാറശാല മഠത്തിലെ മഠാധിപതിയായ ബ്രാഹ്മണൻ തന്നെ വന്നു. അപ്പോൾ സ്വാമി അതേ സ്ഥാനത്ത് നിർഭയനായിരിക്കുന്നു. അയാൾക്ക് കോപം അടക്കാനായില്ല. നിങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് അയാൾ സ്വാമിയുടെ രോക്ഷത്തോടെ പറഞ്ഞു. സ്വാമി അവിടെ നിന്ന് ഓടിക്കാൻ അയാൾ കുറേ സർപ്പങ്ങളെ സ്വാമിയുടെ നേർക്ക് വിട്ടു. സ്വാമിക്ക് അവയെ നിയന്ത്രിക്കാൻ അറിയാമായിരുന്നതുകൊണ്ട് ആ സർപ്പങ്ങളെല്ലാം ബ്രാഹ്മണന്റെ നേരെ തിരിഞ്ഞു. താടി വളർത്തിയ സന്യാസിയുടെ മഹത്വം മനസ്സിലാക്കിയതോടെ ബ്രാഹ്മണർ സ്വാമിയോട് ക്ഷമ ചോദിച്ചു. ഒരു പുഞ്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. എന്നാൽ പോകുന്നതിന് മുമ്പ് ജാതിയോ നിറമോ നോക്കാതെ എല്ലാവരെയും അവിടെ ആരാധന നടത്താൻ അനുവദിക്കണമെന്ന് സ്വാമി ആ ക്ഷേത്ര ഭാരവാഹിയുടെ ഉപദേശിച്ചു. നമ്മളിൽ എത്ര പേർക്ക് ഈ സംഭവം അറിയാം? മണ്ണാറശാല ക്ഷേത്രം എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കാൻ കാരണക്കാരൻ എല്ലാവർക്കും ചട്ടമ്പി സ്വാമി ഇവിടെ അങ്ങ് എന്തോന്ന് നമ്മൾ ഏതോ നവോത്ഥാന നായകന്മാരുടെ ബഹളമാണ് കേരളത്തിൽ. പറയുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞത് ശരിയല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണെന്നുള്ളതേ. നവോത്ഥാന നായകന്മാരുടെ ബഹളമാണ്. ചട്ടമ്പി സ്വാമി ചെയ്ത നവോത്ഥാന പ്രവർത്തനം ആർക്കറിയാം? മണ്ണാറശാല ക്ഷേത്രത്തിൽ നമ്മളെല്ലാം പോയി വഴിപാട് നടത്താറുണ്ട്. പക്ഷെ തുറന്നു കൊടുക്കാൻ കാരണക്കാരനാരാ? ചട്ടമ്പി. ശ്രീനാരായണ ഗുരുദേവന് ധൈര്യം പറഞ്ഞു തുറന്നു കൊടുത്ത ആരാണ്? ആറ്റുമുങ്ങിയിട്ട് കല്ലെടുത്ത് വെച്ചിട്ട് പറയും ഇത് ഞാനും ഒരു ശിവനെ വെച്ചെന്ന് പറയാം. അവിടെ ഈ പറയുന്ന തന്ത്രവും മന്ത്രവും നടന്നില്ല. ഏകദേശം അത് ഞാൻ ഈ ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ളത് പറയാം. അവിടെ നടന്ന ഇതേ ഉള്ളൂ. മനസ്സുകൊണ്ട് അർപ്പിച്ച് ഇത് ശിവനാണ്. ഇല്ല സാർ, എത്രയല്ല ഉള്ളൂ. അല്ലാതെ ഈ തിരുമേനിമാരപ്പുറം ഉണ്ട്. എന്നാലും പറയും ഈ കൈയും കാലും ഒന്നും അവർ കാണിച്ചില്ല. അത് നാരായണ ഗുരുദേവന് അറിയത്തൂല്ല. മനസ്സിലാണിത്. ഇത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സങ്കല്പവും. നമ്മുടെ സങ്കല്പം അങ്ങനെ ആ തലത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ മാറ്റങ്ങൾ വരാൻ സ്വാമിയുടെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങിക്കണം. വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇത് വാങ്ങിച്ച് ഇതിനകത്തൊരു 100 സംഭവങ്ങളുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ ഒരു ദൈക്ഷണിക ജീവിതം. ആ രാമനായർ, സുലോചനാദേവി, വൈക്കം വിവേകാനന്ദൻ. ഈ പുസ്തകമാണ് വലിയ ഇൻഫോർമേറ്റീവാണിത്. ഒരു 100 സംഭവങ്ങളുണ്ട് ഇതിനോട് ചേർന്ന്. ഇനി സ്വാമി ചേരിയും പാമ്പോട്ടുള്ളത്. സ്വാമി പന്മനി ആശ്രമത്തിൽ നിൽക്കുമ്പം ഈ സമാധിയാവുന്ന കാലത്ത് സ്വാമിയുടെ അങ്ങോട്ട് തയ്യൽ കൃഷ്ണപിള്ളയെ തുറന്നു നോക്കുമ്പോൾ ഒരു ചേരയും ഒരു തവളയും കൂടെ സ്വാമിയുടെ കട്ടിലടിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലുണ്ട്. എന്താ സ്വാമി ചെയ്തത്? അപ്പോൾ സ്വാമി ചേര തവള സ്വാമി വാതിൽ തുറന്നിട്ട് അവരങ്ങ് പോയിക്കോളൂ. അവർ രണ്ടും അങ്ങ് പോയി. എന്നാൽ സാറിന് ചേര ആരെയും പിടിക്കും? കണ്ട തവളയെ പിടിച്ചോ? ഇല്ല, പിടിച്ചില്ല. അതുപോലെ കണ്ടിയൂർ ക്ഷേത്രത്തിലേക്ക് സ്വാമി പോകുമ്പോൾ ഇവിടുന്ന് ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ തവളയെ പിടിക്കാനായിട്ടിരിക്കുക. നീ അവരെ ഉപദ്രവിക്കരുത്, നീ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ പത്തി തടവി സ്വാമിയും കൊണ്ട് ഇതിനകത്തുണ്ട്. കണ്ടിയൂർ, മാവേലിക്കര, ആണ്ടിപ്പള്ള മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്ന് പടിഞ്ഞാട്ട് പോവുകയാണ്. ഇതൊക്കെ നിസ്സാര സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നത്. നമ്മളിപ്പം നിന്ന് ഈ പറയുന്നത് സത്യമാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ചട്ടമ്പിക്കാവെന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് ഈ സംസാരിക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ അതും സത്യമാണ്. അപ്പോൾ ഇത്രയും വലിയ സത്യജ്ഞാനിയായ ലോകത്തിന് മുമ്പിൽ മഹാദേവനായിട്ട് അവതരിച്ച ചട്ടമ്പി സ്വാമികളെ എത്ര പേർക്ക് അറിയാമായിരുന്നു? നോക്കൂ, പന്മനയിൽ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഇപ്പോൾ അവിടെ കാവ് നശിച്ചു, അല്ലെങ്കിൽ അവിടെ കാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് അവിടെ ഇല്ല. നോക്കൂ, നമ്മളിവിടെ ആറമ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പറഞ്ഞു, നമ്മളിവിടെ കൊണ്ടുവന്നു, ഇവിടുത്തെ സ്ഥാപിച്ചു, ഇവിടെ സർപ്പക്കാവായി. സർപ്പക്കാവിൽ സ്വാമി ഇതിന് പേര് പോലും എങ്ങനെ വന്നത് ഇപ്പം ഞങ്ങൾക്കറിയത്തില്ല. ഒരു കാര്യം മാത്രം ഞങ്ങൾക്കറിയാം, ഇതിന് രാജാവ് നാഗേക്ഷിക്കാവെന്ന് പേര് വരരുത് എന്ന് മാത്രം ഒരു നിർദ്ദേശമുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ചട്ടമ്പിക്കാവ് വന്നു എന്നുള്ളതൊക്കെ അത്ഭുതമാണ്. സ്വാമിയായിട്ട് ബന്ധപ്പെട്ട പേരിലാണ് ഈ കാവ് അറിയപ്പെടുന്നത്. ലോകത്ത് മൊത്തം ആ പേരിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നോ അതും ചട്ടമ്പിയായി. ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോവുകയാണ് ചട്ടമ്പിക്കാവ്. അത് നിങ്ങൾ ആ ഒരു അർപ്പണ മനോഭാവം. ഞാനിതിൻ്റെ സംഘാടകൻ എന്നുള്ള രീതിയിൽ ഇതിനൊരു ആശയം എന്ന് ഡോക്ടറും ആയിട്ടൊക്കെ സംസാരിച്ച് ഞാൻ ഒരു കാര്യം മാത്രമേ എൻ്റെ സഹപ്രവർത്തകരുടെ അടുത്ത് വെച്ചിട്ടുള്ളൂ. ഇവിടെ ഈ സാധാരണ ഇപ്പോൾ ഈ അമ്പലങ്ങളും ആശ്രമങ്ങളും എല്ലാം ഒരു പരിധിവരെ
പണത്തിൻ്റെ ഒരു അധീനതയിലാണ് ഇപ്പോൾ. നമുക്കൊരിക്കലും അങ്ങനെ ആകരുത്. നമ്മൾ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുക, ബാക്കിയൊക്കെ അതിനോടൊപ്പം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സിലുള്ളതാണ്, ഞാൻ ഈ ആഗ്രഹിച്ചിട്ട് കൂടുതലുള്ള ആളാണ്, അതാ കുഴപ്പം. അപ്പം ഞാൻ പറഞ്ഞു, ഈ വിളക്ക് യഥാർത്ഥത്തിൽ എണ്ണ അല്ല, നമുക്ക് നെയ്വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. മുഴുവൻ വിളക്കുകളും നെയ്വിളക്ക് കത്തിക്കാൻ പറ്റും. പണ്ടത്തെ ശ്രേഷ്ഠമായ സന്നിധികളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് കൂടുതൽ പൈസ വേണ്ടി വരും. അത് എങ്ങനെയുള്ളതിനെ പറ്റിയാലും ഇന്ന് എന്തുമായിട്ട് അറിഞ്ഞു. ഇന്നലെ ഞാൻ 1 ലിറ്റർ നെയ്യ് രാത്രി വാങ്ങിപ്പിച്ചു. ഇന്ന് വിളക്കിൽ നെയ്യ് വേണം കത്തിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ രാവിലെ ഞാൻ വന്ന് തിരുമേനിയോടെ വീണ്ടും അത് തന്നെ പറഞ്ഞു, നെയ്യ് ഒഴിച്ച് കത്തിക്കാവേ എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പ് അദ്ദേഹത്തോട് എന്താണ് അറിഞ്ഞു അറിയാതെ പറഞ്ഞത്, എന്താ പറഞ്ഞത്, മൃഗക്കൊഴുപ്പ് വെച്ചല്ല അതിൻ്റെ ചൈതന്യം വർദ്ധിക്കുക. അതുകൊണ്ടാണ് നെയ്യ് വിളക്കിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അല്ലേ? പശു ഇവിടെ ഗോ വരണമെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പശുവിനെ ദാനം ചെയ്യാൻ ആളുണ്ടായി. അപ്പം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അത് നമ്മൾ അന്ധമായിട്ടൊന്നും വിശ്വസിക്കേണ്ട. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ സമർപ്പണം, ഇതൊരു വിശ്വപ്രസിദ്ധമായ, കാരണം അത് ഞാനിപ്പോൾ ഇതിൻ്റെ തന്ത്രിയായിട്ടകത്തിരുന്ന് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ന് ഒഴിവ് കിട്ടുന്നതല്ല സാറിനെ ആയിരിക്കുന്നത്. ഞാനവിടെ ചെല്ലുന്നതും ആ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ തമ്മിലിരുന്ന് അകത്തിരുന്ന് പറഞ്ഞ് അതിൻ്റെ പഠിത്തങ്ങളൊക്കെ തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാം ഒരു അത്ഭുതകരമായ നിയോഗം പോലെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സ്വാമിയുടെ നിയോഗം പോലെ പോവുകയാണ്. ബാക്കി ഭക്തജനങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സന്നിധിയായിട്ട് ഇത് മാറി തീരട്ടെ. ഇന്ന് ഒരു പുതിയ തലത്തിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് ഇവിടെ. തീർച്ചയായിട്ടും അദ്ദേഹവും നല്ലതുപോലെ, തന്ത്രിയും അദ്ദേഹവും നല്ലപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതുള്ളത് പോകാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് നല്ലതായിട്ട് പോകണം. എല്ലാവരുടെയും മനസ്സ് ഇതിനോടൊപ്പം ഉണ്ടാവണം. വേറെ ഒരു ചിന്തയും വേണ്ട. വളരെ ശ്രേഷ്ഠമായ ഒരു സന്നിധിയായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ അത് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചതാണ്. ഈ മഹാദേവനാന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എംബ്ലം തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത്, ചട്ടമ്പിസ്വാമിയുടെ അടുത്ത് സർപ്പങ്ങൾ ഇരിക്കുന്ന ഒരു എംബ്ലം ആയിരിക്കണമെന്ന് പറഞ്ഞത്. ആ എംബ്ലം പോലും ഇവിടെ കാണിച്ചിട്ടുണ്ടോ? അതിനകത്ത് തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വാമിയുടെ ശരീരത്തേക്ക് പാമ്പുകൾ എഴഞ്ഞു കയറുന്നതാണ് കുമ്പളത്ത് തങ്കമ്മയമ്മ കാണുന്നത്. ശരീരത്തിൽ പാമ്പ് കയറുന്ന ആരുടെ ശരീരത്താണ് സാറിന്? നമ്മളെ പാമ്പ് ആരെ ചുറ്റിരിക്കുന്ന കാണുന്നത്? മഹാദേവന്റെ അംശാവതാരമാണെന്ന് പറഞ്ഞാൽ അത് ഇനി വല്ലതും ഉണ്ടോ? അതുകൊണ്ടല്ലേ നാരായണ ഗുരുദേവൻ പറഞ്ഞു, വ്യാസനും ശങ്കരനോട് ചേർന്ന് നമ്മുടെ സ്വാമിയെ. നമുക്കൊരു പ്രാധാന്യം നമ്മുടെ ആളുകൾക്ക് ഇല്ലാതായി പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പറയാം, എളുപ്പം ചട്ടമ്പി സ്വാമി കൊണ്ട് നടക്കുക, വേറെ നിനക്ക് പറയും. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, നല്ലതായിട്ട് വരട്ടെ, എല്ലാവർക്കും അതിൻ്റെതായ ഒരു കൃപയുണ്ടാകട്ടെ. എല്ലാവരും കൂടെ ചേർന്ന്, ചട്ടമ്പിക്കാവ് എല്ലാവരുടേതാണ്. ചട്ടമ്പിക്കാവിൻ്റെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. എല്ലാവരും ചേർന്ന് ഒരു ടീമായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളവർ, ഇനിയുള്ളവരും കൂടെ ചേരട്ടെ. ഇതൊരു ടീമായിട്ട് തന്നെ ഇത് നമുക്ക് ഒരു ദിവസം ഒരു പൂജ